ഇതിനോട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഈ സെഹലാന്ത്രോപ്പസ് ടാഡൻസിസ്, ആസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹബിലിസ് ഇറക്ടസ്, നിയാൻഡർതാലൻസിസ്, ഹോമോ സാപ്പിയൻസ് ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഓർത്ത് വെക്കാൻ ഒരു കോഡ് പറഞ്ഞു തരുമോ എന്നുള്ളത് കുറെ ആൾക്കാർക്ക് റിക്വസ്റ്റ് ആയിരുന്നു. പിന്നെ എന്തിനാമത്തെ അറക്കൽ ജീവിച്ചിരിക്കും, ഞാൻ പറഞ്ഞുതരും, നിങ്ങൾ അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, ഈ പേര് നിങ്ങൾ ഒരു 5-6 വട്ടം വായിക്കാം, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. എന്നാലും ഇത് മൈൻഡിൽ ഭയങ്കര കണ്ണിങ് ആയിട്ട് അവിടെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ജസ്റ്റ് ഇങ്ങനെ കയ്യിലൊക്കെ എഴുതി വെച്ചിട്ട് ബാത്റൂമിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ വായിച്ചാലും മതി, നോ പ്രശ്നം. വെറുതെ അതിന്റെ സമയം സെപ്പറേറ്റ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു 5-6 വട്ടം വായിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ പേര് പഠിയും. അതിൽ നിങ്ങൾക്ക് വലിയ ഒരു മരമുട്ടി കേസൊന്നുമല്ല, കീറാമുട്ടി സാധനമൊന്നുമല്ല. 5-6 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ഓർമ്മ ഉണ്ടാവും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ അതങ്ങനെ ചെയ്യാം. അതാണ് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം കേട്ടോ. രണ്ടാമത് പിന്നെ ഇതിന്റെ ഓർഡർ പഠിക്കാൻ ഒരു ഐഡിയ പറഞ്ഞത് സിമ്പിൾ ആണ്. ഇവിടെ നല്ലൊരു കുട്ടിയുണ്ട്, എനിക്ക് പണ്ടൊരു ക്രഷ് ഉണ്ടായിരുന്നു കേട്ടോ, കോളേജ് പഠിക്കുന്ന സമയത്ത്. അവളുടെ പേര് ഷഹല എന്നായിരുന്നു, ഞാൻ തൽക്കാലം സഹല എന്നാക്കി. ഷഹല ഒക്കെ ഒരേപോലെ ഉണ്ടല്ലോ. സഹലമോൾ എന്നാണ് ഞാൻ അവളെ വിളിച്ചിരുന്നത്, സഹലമോൾ. ഓക്കെ ആണല്ലോ? നല്ലൊരു ക്യൂട്ട് കുട്ടിയായിരുന്നു. പക്ഷെ പോളെ കല്യാണമൊക്കെ കഴിഞ്ഞു, എന്ത് ചെയ്യാനൊന്നും ചെയ്യാല്ല, ദുആ ചെയ്യാം, പോട്ടെ. അപ്പൊ ഈ സഹലമോൾ നല്ലൊരു ക്യൂട്ട് കുട്ടിയാണ്. ഇതാണ് ഇപ്പൊ നമ്മളെ സഹലമോൾ എന്ന് വിചാരിക്കും. ഈ സഹലമോള് ചാടിപ്പോയി വേറെ ചെക്കൻ്റെ ഒപ്പം ചാടിപ്പോയി. എന്ത് ചെയ്യാം, സഹലമോള് ചാടിപ്പോയി. എങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചാൽ, സുഹൃത്തുക്കളെ, കങ്കാരുകളുടെ നാട്, കങ്കാരുകളിലെ ചാടിപ്പോണ ആള്, കങ്കാരുവിന്റെ നാട് എവിടെയാണ്? ഓസ്ട്രേലിയയിലേക്കാണ് ചാടിപ്പോയത്. സഹല ചാടിപ്പോയി, പോട്ടെ കട്ടെ, അങ്ങനെ പോണേലൊക്കെ പോട്ടെ, തുമ്മിയാതിരിക്കണം, മുക്കായി പോട്ടെ എന്ന് വെക്കണം, മാത്രമേ ഉള്ളൂ. സഹല ചാടിപ്പോയി. എങ്ങോട്ട് പോയി? കങ്കാരുകളുടെ നാടായിട്ടുള്ള ഓസ്ട്രേലിയയിലോട്ട് പോയി. എന്തിനാ പോയത്? കങ്കാരുവിനെ കാണാൻ. സ്വാഭാവികല്ലേ, കങ്കാരുക്കൾ അവിടുന്ന് മാത്രമേ കാണുള്ളൂ, അതുകൊണ്ട് പോയി, അങ്ങോട്ട് പോട്ടെ. പക്ഷെ അവിടെ എത്തിയപ്പോൾ കണ്ടതാരെ അറിയോ? കങ്കാരുവിനല്ല കണ്ടത്, കുറെ കോഴികളെ. ഹെൻസ് കോഴികളാണ് കണ്ടത്. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. സഹല ചാടി സഹലാന്ത്രോപ്പസ് ടാഡൻസിസ്, സഹലാന്ത്രോപ്പസ് ടാഡൻസിസ്. ഒന്ന് കിട്ടിയില്ലേ? ചാടി എങ്ങണ്ടാ പോയത്? ഓസ്ട്രേലിയയിലോട്ടാണ് പോയത്. അപ്പൊ ഓസ്ട്രലോപിത്തക്കസ് രണ്ടാമത്തെ കിട്ടിയില്ലേ? ഓസ്ട്രലോപിത്തക്കസ്. അപ്പൊ അങ്ങോട്ട് പോയതിനു ശേഷം അവിടെ എന്താ ആക്ച്വലി കാണാൻ പോയത്? കങ്കാരുവിനെ. പക്ഷെ കങ്കാരുവിനെ കണ്ടോയില്ല, പകരം എന്താ കണ്ടത്? കോഴികളെയാണ് കണ്ടത്, ഹെൻസിനെയാണ് കണ്ടത്. അപ്പൊ സഹലാന്ത്രോപ്പസ് ടാഡൻസിസ്, ഓസ്ട്രലോപിത്തക്കസ്. അങ്ങനെ ഓസ്ട്രേലിയയിൽ പോയിട്ട് കങ്കാരുവിനെ കാണാൻ പോയി അവൾ കണ്ടത് എന്താണ്? കോഴികളെയാണ്, ഹെൻസിനെയാണ് കണ്ടത്. അപ്പൊ ആദ്യത്തെ H = ഹബിലിസ്, E = ഇറക്ടസ്, N = നിയാൻഡർതാലൻസിസ്, S = സാപ്പിയൻസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഓർഡർ. ഹെൻസ് എന്നാലോചിക്കുക, കോഴികൾ എന്നാലോചിക്കുക, H = ഹബിലിസ്, അപ്പൊ ആദ്യം ഹബിലിസ്, പിന്നെ E = ഇറക്ടസ്, അപ്പൊ പിന്നെ ഇറക്ടസ്, N = നിയാൻഡർതാലൻസിസ്, അപ്പൊ പിന്നെ നിയാൻഡർതാലൻസിസ്, ആൻഡ് ലാസ്റ്റ് ഹെൻസ്, S സാപ്പിയൻസ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് ഇത് സഹലാന്ത്രോപ്പസ് ടാഡൻസിസ് ചാടി എങ്ങോട്ട് പോയി? ഓസ്ട്രേലിയയിലോട്ട് പോയി. അപ്പൊ ഓസ്ട്രലോപിത്തക്കസ്. പിന്നെ അവിടെ എന്താ കണ്ടത്? കോഴികളാണ് കണ്ടത്. അപ്പൊ ഹെൻസ്, H ഹബിലിസ്, E ഇറക്ടസ്, N നിയാൻഡർതാലൻസിസ്, S സാപ്പിയൻസ്. പിന്നെ എല്ലാത്തിന്റെയും മുമ്പ് എന്തുണ്ടാവും? ഒരു ഹോമോ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഇത് സഹലാന്ത്രോപ്പസ് ടാഡൻസിസ്, 2 ആസ്ട്രലോപിത്തക്കസ്, 3 ഹോമോ ഹബിലിസ്, 4 ഹോമോ ഇറക്ടസ്, 5 ഹോമോ നിയാൻഡർതാലൻസിസ്, 6 ഹോമോ സാപ്പിയൻസ്. ഓക്കെ അല്ലേ? എത്ര ഉള്ളൂ, പണി കഴിഞ്ഞു, സിമ്പിൾ ആണ്, പരിപാടി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. സീ യു സൂൺ.